സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളാണ് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം കാത്തിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും ആദ്യം വിതരണം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ 17 മാസത്തെ പെൻഷൻ വിതരണം കുടിശ്ശിക ആയിരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനാണ്. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ മിക്കവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ എത്തിയിരുന്നു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കഴിഞ്ഞ 15 മാസമായി എല്ലാ മാസവും മുടങ്ങാതെ സർക്കാർ വിതരണം ചെയ്തു വരികയാണ്. 5 മാസത്തെ കുടിശ്ശിക പെൻഷനിൽ 3 ഗഡുക്കളും സർക്കാർ നൽകിയിരുന്നു. ജൂൺ മാസത്തിലെ 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു താൽപ്പര്യം സർക്കാരിന് ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ കാണുന്നില്ല എന്നൊരു വാർത്തയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നിലവിൽ 30 ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ഉള്ളതിൽ സർക്കാർ സാമ്പത്തിക സഹായം കൊണ്ട് മാത്രം ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ തന്നെ ഇപ്പോൾ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ അംഗങ്ങളുടെ അംശാദായം, സെസ്സുകൾ തുടങ്ങിയ വരുമാന മാർഗങ്ങളും സർക്കാർ സഹായവും കൊണ്ട് പെൻഷനുകൾ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഇപ്പോൾ നിരവധി മാസങ്ങളുടെ കുടിശ്ശികയിൽ ആയിരിക്കുന്നത്. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 7 വർഷമായി ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട്. 56,000 പെൻഷൻകാരുള്ള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധിയിൽ 2 മാസത്തെ ആനുകൂല്യം കുടിശ്ശികയാണ്. എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 60 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്നതിനാൽ അത് മുടങ്ങാതെ കൃത്യമായി 1 വർഷത്തിലധികമായി സർക്കാർ വിതരണം നടത്തി വരികയാണ് എന്നത് വലിയൊരു ആശ്വാസമാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമാണ്. എന്നാൽ ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി സർക്കാർ വിതരണം ചെയ്യുകയാണെങ്കിൽ അത് നാളേക്കകം പ്രഖ്യാപനം ഉണ്ടാകും. അല്ലാത്തപക്ഷം ജൂൺ 21 ശേഷമായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം.